കുട്ടികൾ ജനാധിപത്യ മൂല്യങ്ങളുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ലോകത്തേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് സ്കൂളുകളിലും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എന്നാൽ സ്കൂൾ തെരഞ്ഞെടുപ്പുകൾ പോലും ജനാധിപത്യ വിരുദ്ധമായി അട്ടിമറിച്ചുകൊണ്ട് CPM ചെറിയ കുട്ടികളെ പോലും ദ്രോഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ SFIയുടെ കോട്ടകളിൽ പോലും KSU സഖ്യത്തിന് അനുകൂലമായി കുട്ടികൾ വിധി എഴുതിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ശുഭസൂചകമാണ്. എന്നാൽ കുട്ടികളുടെ തെരഞ്ഞെടുപ്പുകളിൽ പോലും CPM അസഹിഷ്ണുത പടർത്തുകയാണ്. മേപ്പയൂർ ഹൈസ്കൂളിൽ KSU MSF സഖ്യം കൃത്യമായ മേൽക്കൈയോടുകൂടി വിജയിച്ചിട്ടും അധ്യാപകരും PTA ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് SFIയെ വിജയികളായി പ്രഖ്യാപിച്ചു. ഇത് ചോദ്യം ചെയ്ത മുതിർന്ന UDF പ്രവർത്തകരെ CPMന്റെ ഗുണ്ടകൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ മർദ്ദിച്ചു. തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി വോട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ ലോക്കൽ സെക്രട്ടറിയും സംഘവും മർദ്ദിച്ചത് രാഷ്ട്രീയ കേരളം കണ്ണു തുറന്നു കാണണം. കുട്ടികളെ പോലും അതിക്രൂരമായി മർദ്ദിക്കുന്ന ഈ ക്രിമിനലുകളെ തുരത്തുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ അക്രമങ്ങൾക്കും അനീതികൾക്കും കൂട്ടുനിൽക്കുന്ന അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും CPMന്റെ ഭരണം ഇനിയും തുടരുമെന്ന് കരുതണ്ട. ഭരണം മാറും. കോൺഗ്രസ് മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരും. ഈ കാട്ടുന്ന അന്യായങ്ങൾക്കൊക്കെയും എണ്ണി എണ്ണി കണക്ക് പറയാൻ തയ്യാറായിക്കോളും.